ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ബുക്ക് ബൈൻഡിങ് ആണ്. ബുക്ക് ബൈൻഡിങ് എന്ന് പറയുമ്പം ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്ത് പണം സമ്പാദിച്ച, അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് പോയിട്ട് പൈസ കണ്ടെത്തിയ അന്നത്തെ ഒരു കൈത്തൊഴിൽ കൂടിയായിരുന്നു ബുക്ക് ബൈൻഡിങ്. കുറേ ബുക്കുകളിൽ നിന്ന് കുറച്ച് പേപ്പറുകൾ ശേഖരിച്ചെടുത്തിട്ടുണ്ട്. ആ പേപ്പറുകൾ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ചെറിയ ബുക്കാണ് കുത്തിക്കെട്ടിയെടുക്കാൻ പോകുന്നത്. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ വീഡിയോസുകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താനുള്ള പ്രയോജനം കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്രയും പേപ്പറുണ്ട്. ഈ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ബുക്ക് കുത്തിക്കെട്ടാനായിട്ട് പോകുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പോക്കറ്റ് ഡയറി മാതിരിയാണ് ഇത് കുത്തിക്കെട്ടിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പം പോക്കറ്റ് ഡയറിക്ക് അറിയാമല്ലോ, ഇത്രയും വലിയ ഒരു പേപ്പറിൻ്റെ കാര്യമില്ല. അപ്പം നമുക്കത് കുറച്ച് പേപ്പർ ഇതായിട്ട് മുറിച്ചെടുക്കാം. നമ്മൾ ഈ വലിയ പേപ്പറിനെ നമുക്ക് മൂന്നായിട്ട് മുറിച്ചെടുക്കാം. അതായത് ഇപ്പോൾ ഇത് മൊത്തത്തിൽ 24 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. അപ്പം നമുക്ക് 8 സെൻറ്റിമീറ്റർ വെച്ചിട്ട് മൂന്നായിട്ട് ഇത് ഭാഗിച്ചെടുക്കാം. ഞാനിത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിത് ഇനി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് മടക്കി കൊടുക്കുകയാണെങ്കിൽ കട്ട് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവും. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഒരു ഡയറിക്കുള്ള ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 2 രീതിയിലാണ് നമ്മൾ ഡയറി തയ്ച്ചെടുക്കുന്നത്. ഇതിപ്പം ഇങ്ങനെ വച്ചിട്ട് കുത്തിക്കെട്ടി എടുക്കുന്നതിന് ഒരു സെക്ഷനുള്ള ഡയറി എന്ന് പറയും. അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ നടുക്കൂടെ മാത്രം കുത്തിക്കെട്ടി എടുക്കുന്ന ഡയറികൾ. ഇത് 1 സെക്ഷൻ ഡയറി എന്ന് പറയും. ഇതൊരു രീതിയിൽ കുത്തിക്കെട്ടി കാണിക്കാം. ഇനിയിപ്പോൾ ഇത് രണ്ടെണ്ണം കൂടി ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ 2 സെക്ഷൻ വരുന്നത് എങ്ങനെയാണ് കുത്തിക്കെട്ടി എടുക്കുന്നതെന്ന് അത് രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതൊന്ന് ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമുക്ക് 3 പീസ് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ആദ്യത്തെ സിംഗിൾ സെക്ഷൻ എങ്ങനെയാണ് കുത്തിക്കെട്ടുന്നതെന്ന് കാണിക്കാം. ഇപ്പോൾ ഈ 2 പീസ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് സൂചിയുടെ ഒരു പാക്കറ്റാണ്. ഇത് 20 രൂപയുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഇതിനു വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ വലിയ സൂചി ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് കുത്തിക്കെട്ടുന്നത്. അപ്പോൾ നമ്മൾ സൂചി റെഡി ആയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു കോട്ടൺ നൂലാണ് എടുക്കുന്നത്. നൂല് നമുക്കെടുക്കാം. നൂല് കോർത്തെടുത്തിട്ടുണ്ട്. ഇത് ഒറ്റ നൂലാണേലും മതി, അല്ലെ 2 നൂലായിട്ടാണേലും നമുക്ക് എടുക്കാം. നമ്മൾ ഇത് കുറച്ച് കട്ടി, നൂലിന് ശകലം കട്ടി കുറവായതുകൊണ്ട് നമ്മൾ 2 നൂലായിട്ട് എടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള നൂല് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് കുത്തിക്കെട്ടുന്ന പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ സാറിന് നമ്മളിവിടെ ഒരു കുടുക്കൊക്കെ ഇടുന്നതാണ്. അങ്ങനെ നൂലിൻ്റെ അറ്റത്ത് കുടുക്കൊന്നും ഇടുന്നുണ്ട്. അപ്പോൾ ഇത് കുത്തിക്കെട്ടാനായിട്ട് അത് ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ മടക്കി എടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ കുത്തിയിറക്കുക. ഇതിനകത്തുനിന്ന് ഇങ്ങനെ കുത്തിയെടുക്കുക. ഇത്രയും ഒരു നൂല് ഇങ്ങനെ ഇടുക. അതിനുശേഷം അത് പുറത്തുനിന്ന് വീണ്ടും കുത്തിയെടുക്കുക. ഇങ്ങനെ ഇത് കുത്തിയെടുക്കുക. കുത്തിയെടുത്തതിന് ശേഷം ഇത് കെട്ടുന്ന ഒരു പ്രത്യേക രീതിയിലാണ് കെട്ടുന്നത്. ഈ കെട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ബുക്ക് ബൈൻഡിങ് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ വലിച്ച് ടൈറ്റായിട്ട് നിർത്തുക. ബുക്ക് ബൈൻഡിങ്ങിനകത്ത് ഈ നൂല് കെട്ടുന്നതിനകത്താണ് ഏറ്റവും കൂടുതൽ പ്രത്യേകതയുള്ളത്. അപ്പോൾ ഇതിങ്ങനെ വലിച്ച് ടൈറ്റായിട്ട് നിർത്തുക. അതിനുശേഷം ഈ നൂലിങ്ങനെ ഹൈറ്റ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഈ നൂലിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഇതിങ്ങനെ ഒരു വൃത്തമാക്കി എടുക്കുക. അതിനുശേഷം ഈ ചെറിയ നൂലിലേക്ക് ഇട്ടിട്ട് ഇതിങ്ങനെ വലിച്ച് മുറുക്കുക. അതിനുശേഷം നമ്മൾ മുമ്പേ എടുത്തതിന് ഇങ്ങനെ വലിച്ച് മുറുക്കി നിർത്തുക. അതിനുശേഷം നമ്മൾ മുമ്പേ എടുത്തതിൻ്റെ ഓപ്പോസിറ്റ്, ഇതിപ്പം നമ്മൾ ഇങ്ങനെയാണ് ആദ്യം എടുത്തതെങ്കിൽ തിരിച്ചിങ്ങനെ വെക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ എടുത്തുകൊണ്ട് ഇതിങ്ങനെ തിരിച്ചിട്ട് എടുത്തിട്ട് വീണ്ടും ഇതിങ്ങനെ കെട്ടുക. അതേപോലെ തന്നെ ഇത് തിരിച്ച് എടുത്തിട്ട് വീണ്ടും ഇങ്ങനെ കെട്ടുക. ഇങ്ങനെയാണ് ബുക്ക് ബൈൻഡിങ്ങിന് നൂല് കെട്ടുന്നത്. അതിനുശേഷം ഇത് കട്ട് ചെയ്യുക. കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ബുക്കിൻ്റെ കുത്തിക്കെട്ടൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനൊരു പുറംചട്ട ഉണ്ടാക്കി കൊടുക്കണം. ആ പുറംചട്ട ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ എടുക്കുന്നത് ഉപയോഗിച്ച ഒരു കാർഡ്ബോർഡിൻ്റെ കഷ്ണമാണ്. ഈ കഷ്ണത്തിനകത്ത് നമുക്കിതിൻ്റെ അളവിൽ ഒരു പുറംചട്ട ഇതിന് കണ്ടിച്ചു കൊടുക്കണം. കണ്ടിച്ചു കൊടുത്തിട്ട് നമ്മളിത് ഒട്ടിച്ചാണ് എടുക്കുന്നത്.
പുറംചട്ട കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് രണ്ട് രീതി ചെയ്യാം. ഒന്നെങ്കിൽ ഈ പുറംചട്ട കൂട്ടി ഇതുപോലൊക്കെ കുത്തിക്കെട്ടിയെടുക്കാം, അല്ലെങ്കിൽ പുറംചട്ട നമുക്ക് ഒട്ടിച്ചെടുക്കുകയും ചെയ്യാം. പുറംചട്ടയ്ക്ക് നല്ല ഡിസൈനൊക്കെ ഉള്ള പുറംചട്ടകൾ കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ പുറത്ത് പൊതിയൊന്നും വേണ്ട. ഇതിപ്പോൾ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒട്ടിച്ച് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ഈ പുറംചട്ട സാധാരണഗതിയിൽ ഒട്ടിച്ചെടുക്കുന്നത് നമ്മൾ ബുക്ക് ബൈൻഡ് ഒക്കെ ചെയ്യുമ്പം ഒട്ടിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ കപ്പപ്പശ വെച്ചിട്ടാണ്. കപ്പപ്പശ എന്ന് പറഞ്ഞാൽ കപ്പ പൊടിച്ച് ചൂടുവെള്ളത്തിനകത്ത് ചെറു ചൂടുവെള്ളത്തിനകത്ത് തുരിശും കപ്പയും കൂടെ ഇളക്കി ഒരു പശ ഉണ്ടാക്കും. അതാണ് കപ്പപ്പശ എന്ന് പറയുന്നത്. ആ പശ ഉപയോഗിച്ചിട്ടാണ് ബുക്ക് ബൈൻഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ ബുക്ക് ഒട്ടിച്ചെടുത്തുകൊണ്ടിരുന്നത്. ഇതിപ്പം നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കാം. ഒരു താളിലും കൂടെ ഫെവിക്കോൾ തേച്ചിട്ട് നമുക്ക് ഈ ചട്ടയോട് കൂട്ടി അങ്ങ് ഒട്ടിച്ച് നിർത്താം. അപ്പോൾ ഇത് പോരത്തില്ല. ഈ പുറംചട്ടയോട് കൂടി ഈ താളും കൂടെ അങ്ങ് ഒട്ടിച്ച് നമുക്ക് അങ്ങ് നിർത്താം. അപ്പം പിന്നെ ഇത് പോരത്തില്ല, നല്ല രീതിയിൽ ഇതിലേക്ക് ഒട്ടിപ്പിടിച്ചിരുന്നോളും. അതേപോലെ തന്നെ മറു സൈഡും അതേപോലെ തന്നെ ചെയ്യുക. അതിനുശേഷം ഇതിങ്ങനെ ഒട്ടിച്ച് എടുക്കുക. ഇപ്പം നമ്മുടെ ബുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആ കുത്തി കെട്ടിയ ഭാഗം. ഇത് നമ്മുടെ ഒരു പോക്കറ്റ് ഡയറി നമുക്ക് കിട്ടി സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മുടെ പോക്കറ്റ് ഡയറി നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത്ര സംഗതികൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് ഒരു സെക്ഷനുള്ള ഡയറിയാണ് നമ്മൾ തയ്ച്ചത്. ഇനി ഡബിൾ സെക്ഷനുള്ള ഡയറി എങ്ങനെയാണ് തയ്ക്കുന്നതെന്നാണ് അടുത്ത നോക്കാൻ പോകുന്നത്. അപ്പം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതാണ് ഡബിൾ സെക്ഷനുള്ള ഡയറി. അപ്പം നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഇത് രണ്ടായിട്ട് ഇങ്ങനെയാണ് തയ്ച്ച് വരുന്നത്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്ക്കുന്നത് നോക്കാം. ഇപ്പോൾ ഈ സെക്ഷൻ ഇങ്ങനെ രണ്ട് സെക്ഷനുള്ളതാണെങ്കിൽ നമ്മൾ ആദ്യം നമുക്ക് ഇതിനൊരു അറപ്പുപാടിടണം. അറപ്പുപാടെന്ന് ഞങ്ങളുടെ ഭാഷയിൽ പറയുന്നതാണ്. ഇപ്പം നമ്മൾ നല്ല ബലത്തിൽ ഇത് വെച്ചിട്ട് കുത്തി തയ്ക്കുകയാണ് ചെയ്തത്. അപ്പം സൂചി ഇത്രയും ഹാർഡായിട്ടുള്ള ഇതാകുമ്പോൾ നമുക്ക് കുത്തി തയ്യൽ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഈ കുത്തി തയ്ക്കുമ്പോൾ ഈ സെക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ രണ്ട് അറക്കുപാട് ഇട്ട് കൊടുക്കുക. അത് ഒത്തിരി വലിയ ഇതാവാൻ പാടില്ല. അതായത് ജസ്റ്റ് ഒന്ന് സൂചി കയറി പോരാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആ പാടിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ആദ്യം മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഓരോന്ന് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഒത്തിരി ഹാർഡായിട്ട് കട്ട് ചെയ്യണ്ട, ജസ്റ്റ് ഒരു മാർക്കിങ്ങിന് വേണ്ടി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഈ രണ്ട് സെക്ഷനുകളും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതെങ്ങനെയാണ് നമുക്ക് തയ്ക്കുന്നത് നോക്കാം. ആദ്യം ഈ സെക്ഷൻ എടുക്കുന്നു. ആദ്യം നമ്മൾ ബുക്ക് തയ്ച്ചതെന്ന് പറഞ്ഞാൽ ഉള്ളിക്കോടെ ഇങ്ങനെ കയറ്റിയിട്ടാണ്. ഇത് നമ്മുടെ പുറത്തോടെയാണ് തയ്യൽ വരുന്നത്. ആദ്യം നമ്മളിതിങ്ങനെ എടുക്കുന്നു. എടുത്തതിന് ശേഷം ഈ പാടിക്കോടെ ഇങ്ങനെ നമ്മൾ സൂചി കയറ്റുന്നു. അതിനുശേഷം വീണ്ടും ഇതിന് പുറത്തുകൂടെ ഇറക്കുന്നു. ഇതിപ്പം ഒരു സെക്ഷനിലുള്ള തയ്യലായി. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ രണ്ടാമത് എടുത്ത് വെച്ച സെക്ഷൻ എടുത്ത് വയ്ക്കുന്നു. ഇതിനൊക്കെ സെക്ഷൻ എന്നാണ് പറയുന്നത്. ഇങ്ങനെ മടക്കി എടുത്ത് വയ്ക്കുന്നതിന് സെക്ഷൻ എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇത് രണ്ടാമത്തെ സെക്ഷൻ ഇങ്ങനെ വയ്ക്കുന്നു. കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെ രണ്ടാമത്തെ സെക്ഷൻ വെച്ചതിന് ശേഷം വീണ്ടും അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ സൂചി കയറ്റുന്നു. വീണ്ടും അതിനുള്ളിൽ കൂടെ വീണ്ടും ഇങ്ങനെ ഇറക്കുന്നു. ഓക്കെ. എന്നിട്ട് ഇത് നന്നായിട്ട് വലിച്ച് മുറുക്കിയെടുക്കുന്നു. അപ്പം മുറുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ആദ്യത്തെ വീഡിയോയ്ക്കകത്ത് എങ്ങനെയാണ് നൂല് കെട്ടുന്നതെന്ന് കൃത്യമായിട്ട് പഠിച്ചിരുന്നു. ഒന്നും കൂടി പറഞ്ഞുതരാം. ആദ്യം നമ്മളിങ്ങനെ ഈ നൂലെടുക്കുന്നു. ഈ നൂലെടുത്തിട്ട് നമ്മൾ ഈ കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം അതിന് ഉള്ളിക്കൂടെ ഇതിപ്പം നൂലിൻ്റെ പുറത്തൂടെയാണ്, അതായത് കൈയുടെ പുറത്തൂടെയാണ് നൂലെടുക്കുന്നത്. എന്നിട്ട് ഒരു വട്ടം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഈ നൂലിൽ ഇങ്ങനെ കുടുക്കി വലിക്കുന്നു. ഇനിയിപ്പം നൂലിൻ്റെ പുറത്തൂടെ ഇപ്പം ആദ്യം നമ്മൾ ഇങ്ങനെ എടുത്തു. ഇനിയിപ്പം നൂലിൻ്റെ പുറത്തൂടെ നമ്മൾ കൈവച്ചിട്ട് നമ്മൾ വീണ്ടും അത് കുടുക്കുണ്ടാക്കി കെട്ടി മുറുക്കുന്നു. ഇത് നമ്മൾ കെട്ടുമ്പോൾ അകത്തും പുറത്തും കൂടി വേണം കെട്ട് മുറുക്കാനായിട്ട്, അല്ലെങ്കിൽ കെട്ട് ഊരിപ്പോവും.
അപ്പോൾ അങ്ങനെ ഒരു 1-2 കെട്ടുകൾ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക. 2 കെട്ട് ഇട്ട് കൊടുത്താലും മതി. നമുക്ക് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് 1-2 കെട്ട് കൊണ്ട് നിങ്ങളിട്ട് കാണിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ ബാലൻസ് വരുന്ന നൂല് മുറിച്ച് കളയുക. ഇപ്പം നമ്മുടെ ബുക്കിൻ്റെ ബൈൻഡിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് 2 സെക്ഷൻ തയ്ക്കുന്നത്. ഇങ്ങനെയാണ് 2 സെക്ഷൻ തയ്ക്കുന്നത്. ഇപ്പോഴാണ് മെഷീൻ വഴിയൊക്കെ തയ്ച്ചെടുക്കുന്നത്. പണ്ട് ഇതേപോലെ കൈ കൊണ്ടായിരുന്നു കുത്തി കെട്ടിക്കൊണ്ടിരുന്ന ബുക്കുകൾ. ഇനിയിപ്പോൾ നമുക്കിതിനൊരു പുറം ചട്ടയാണ് വേണ്ടത്. നമുക്കിതുണ്ടോ, ഇപ്പോൾ 2 സെക്ഷൻ നമ്മൾ കൃത്യമായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനൊരു പുറം ചട്ട വേണം. പുറം ചട്ടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇവിടെ വരുന്ന കടന്നു വരുന്ന കവറാണ്. ഇപ്പോൾ ഇത് നമുക്ക് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് വൈറ്റ് കവറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആദ്യം ഒന്ന് ഇതിൻ്റെ സൈഡൊക്കെ വെട്ടി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം ഇതിൻ്റെ അളവിലേക്ക് നമുക്ക് വെട്ടി വൃത്തിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ ഡയറിയുടെ പുറംചട്ട ഇപ്പോൾ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മുമ്പേ കാണിച്ച പോലെ തന്നെ നമുക്ക് കുറച്ച് ഫെവിക്കോൾ ഇട്ടിട്ട് നമുക്ക് ഈ ഡയറിയിലേക്ക് നമുക്ക് ഈ പുറംചട്ട ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കൃത്യമായിട്ട് നോക്കിയിട്ട് നമ്മൾ അളവെല്ലാം കൃത്യമാണോ നോക്കിയിട്ട് കറക്റ്റായിട്ട് വെച്ചിങ്ങനെ കൊടുക്കുക. വെച്ചിങ്ങനെ കൊടുത്തിട്ട് ഒരുമിച്ച് താഴെ മുകളൊക്കെ കൃത്യമാണോ നോക്കുക. അതിന് ശേഷം ഒരുമിച്ച് ഇങ്ങനെ ഇതങ്ങ് പ്രസ് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മുടെ ബുക്ക് നല്ല അടിപൊളിയായിട്ട് ഒട്ടി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബുക്ക് നല്ല അടിപൊളിയായിട്ട് 2 സെക്ഷൻ തയ്ച്ചിരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. 2 സെക്ഷൻ എങ്ങനെയാണ് തയ്ച്ച് ഇതിനകത്ത് കൃത്യമായിട്ട് ഒട്ടിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ബുക്ക് 2 നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പോക്കറ്റ് ഡയറി ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പം പോക്കറ്റ് ഡയറിയുടെ കറക്റ്റ് അളവാണ് കേട്ടോ. കറക്റ്റ് നമുക്ക് പോക്കറ്റിൽ നമുക്ക് ഇടാൻ പറ്റും. കറക്റ്റ് അളവിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ക്ലിക്ക് മീഡിയ ഫാമിലി പേജ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ ഫോളോ ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.